ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസ് സ്റ്റേജ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ യഥാർത്ഥത്തിലുള്ള മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരും 90, 95, 94 ഒന്നും ഇടരുത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എന്നേക്കുമായിട്ട് പിന്നെ പി എസ് സി എന്ന് പറയുന്ന ഒരു ഫീൽഡ് വിട്ട് ഓടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെങ്കിൽ അതൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെയധികം ഉപകാരമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രിലിംസ് സ്റ്റേജ് 1നെ അപേക്ഷിച്ച് 2 എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ചോദ്യങ്ങളും എല്ലാ മേഖലകളിൽ നിന്നും വന്നു. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചോദ്യങ്ങൾ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ട് പോയ ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് ഇത് പഠിക്കണോ എന്ന് കരുതി നമ്മൾ നോക്കിയിട്ട് അയ്യോ എന്നാൽ പിന്നെ വേണ്ട എന്ന് കരുതി എന്ത് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്ത കുറേ ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളായിരുന്നു എളുപ്പത്തിൽ വന്നത്. അത് ഉദ്യോഗാർത്ഥികളെ കൺഫ്യൂഷൻ അടിച്ച് എന്നേക്കുമായിട്ട് അതിൻ്റെ ഉത്തരങ്ങളും നശിപ്പിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, ഈ 2025 നടന്ന എക്സാം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളെ വളരെയധികം വെള്ളം കുടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പല ചോദ്യങ്ങളുടെയും ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിഗ്രി ലെവൽ പ്രിലിംസിലേക്ക് പി എസ് സി കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയതാണോ എന്ന് വരെ തോന്നിപ്പോകും. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സ്റ്റേജുകാർക്ക് നടത്തിയത് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫറൻസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിലവിലെ 23ഓളം ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ആ 23 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഏകദേശം ഒരു 18ഓളം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ തന്നെ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് അത്രത്തോളം പി എസ് സി അങ്ങ് ടഫാക്കി കളഞ്ഞു. പിന്നെ വരുന്നത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 15 മാർക്കൊക്കെ കഷ്ടി ഒപ്പിക്കാനായിട്ട് പറ്റും. അത്രയാണ് വരത്തുള്ളൂ. അത്യാവശ്യം നല്ല ലെവലിലുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ തന്നെ അതിൻ്റെ അകത്തും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇൻ ഓൾ എല്ലാം ഈ പറയുന്ന എല്ലാ മേഖലയിൽ നിന്നും അത്യാവശ്യം നല്ല ലെവലിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 15 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അതേപോലെ തന്നെ ഈ 23 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേഞ്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ആ 25 ചോദ്യങ്ങളിലെ പല ചോദ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരിക്കലും പി എസ് സി എഴുതണ്ട എന്ന് തന്നെ തോന്നിപ്പോവും. അതേപോലെ ഇപ്പോൾ പുതിയതായിട്ട് പി എസ് സി ഇറക്കുമതി ചെയ്തേക്കുന്നതാണ് ടേബിളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഇങ്ങനെ ടേബിൾ വെച്ച്, അതായത് യു പി എസ് സി ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് 10th പ്രിലിംസിനും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന വക്കം അബ്ദുൽ ഖാദറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന, ഈ ചോദ്യമൊക്കെ എന്ന് പറയുമ്പോൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവന, അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികളെ ആ ഒരു സമയത്ത് വളരെയധികം വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഓരോ ചോദ്യങ്ങളും കിടക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നതുകൊണ്ട് ഈ പ്രാവശ്യം വീണ്ടും 1812 എന്ന് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജി എസിന് വന്നിട്ടുണ്ട് സ്റ്റേജ് 2-ൽ. അത് 1821 എന്നായിരുന്നു പി എസ് സി കൊടുത്തത്. കാരണം നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് ഈ പ്രാവശ്യം 1812 ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെ ആയി വരുന്നു. അതേപോലെ തന്നെ ആനി ബസന്റുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന, ഇത് ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഡി എടുത്ത് നോക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇനി പരീക്ഷ എഴുതുന്നത് എന്ന് തന്നെ തോന്നിപ്പോകും. ആ ഒരു ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അത് ചോദിക്കണം. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന ജി കെ പാർട്ട് എന്ന് പറയുന്ന 80ൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് മാത്രം, ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞൊരു ദിവസം വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള ചോദ്യങ്ങൾ മാത്രം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഒരു ചോദ്യം എന്തായാലും ഡിലീഷൻ പോകുന്ന സാധനമാണ്. ഇതൊന്നും ആരും എന്ത് ചെയ്യരുത്, നിലവിൽ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൂട്ടരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നുകൂടി പറഞ്ഞതാണ്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്.
അപ്പോൾ ആന്ധ്രാപ്രദേശ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് ഉറപ്പായിട്ടും ഡിലീഷൻ പോകും, ഈ ഒരു ചോദ്യം ക്യാൻസൽ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർ ഇത് അപ്പീൽ പോകും, ആ സാധനം അങ്ങ് എന്ത് ചെയ്യും, കുറേ ആളുകൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പീൽ പോയി അതിൻ്റെ പരിപാടി ഏകദേശം തീരുമാനമാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വേറെ നിലവിൽ നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ എന്താണ്, ഈ പറയുന്ന കറക്റ്റായിട്ട് ഇപ്പോൾ അന്യായമായി തടങ്കിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണ്? അപ്പോൾ അങ്ങനെ എന്താണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വേണ്ടത് മാത്രം നോക്കി എന്ത് ചെയ്യുക, എഴുതി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു GK പോർഷനിൽ നിന്ന് ഏകദേശം നമുക്ക് 80 മാർക്കോളം വരുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്കൊരു 50-55 മാർക്ക് പിടിക്കാനും, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ 15 മാർക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഈ പറയുന്ന ഒരു എന്താണ് 55, 60, 70 മാർക്ക്, അങ്ങനെ ഒരു 55 മാർക്ക് ടു 60 മാർക്കൊക്കെ ഒപ്പിക്കാനായിട്ട് പറ്റും എന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാം ഇതൊരു പ്രിലിംസ് ആണ്. അപ്പോൾ ഈ ഒരു പ്രിലിംസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം എന്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് മാത്രമാണ് വേക്കൻസീസ് കൂടുതലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് ഏകദേശം ഒരു 65 to 70 ഒക്കെ കട്ട് ഓഫ്, അല്ലെങ്കിൽ എന്താണ് 65-70 കട്ട് ഓഫ് നമുക്ക് ആ ഒരു പോസ്റ്റ് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റോർ കീപ്പർ, അതേപോലെ ലാബ് അസിസ്റ്റന്റ്, അങ്ങനെയുള്ള പോസ്റ്റുകളാണ്. അതൊക്കെ വളരെ 100-ൽ താഴെ വരുന്ന പോസ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു 80-85 ലെവലിലേക്ക് തീർച്ചയായിട്ടും പോകുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സെക്രട്ടേറിയറ്റ് OAയുടെ മാത്രമായിരിക്കും ഇത്തിരി കട്ട് ഓഫ് കുറവ് വരുന്നത്, ബാക്കി എല്ലാം കട്ട് ഓഫ് കൂടുതൽ തന്നെയാണ് വരുള്ളൂ. കാരണം വേക്കൻസി അത്രയും കുറവാണ്. ഇപ്പം തന്നെ നമുക്ക് ഖാദി ബോർഡ് LDC ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാവും, വരുന്നതെല്ലാം ഇനി വരുന്ന അങ്ങോട്ടേക്കുള്ള എക്സാമുകളിലൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പഠിച്ചിട്ടും അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ അകത്തും ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് പറ്റുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പ്രിലിംസ് ആയതുകൊണ്ട് മാത്രം ഇത് ഭയങ്കര കട്ട് ഓഫിലേക്ക് പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അടുത്തൊരു മെയിൻസ് എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും കുറച്ച് കട്ട് ഓഫ് താത്തി വെച്ച് ഇത് പ്രിലിംസിൽ എല്ലാവരെയും പാസ്സാക്കിയതിന് ശേഷം മെയിൻസിന് നല്ലൊരു കട്ട് ഓഫും വെച്ച് എല്ലാവർക്കും കട്ടപ്പണി PSC തരുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ മിക്കവാറും എന്താണ് ഈ പറയുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ വെറുതെ ഡിലീഷന് നിലവിൽ പോകാൻ ചാൻസ് കുറവാണ്. ആകെ ഒരു ചോദ്യമാണ് കാണുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പം ബാക്കിയൊന്നും ഇങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അനാവശ്യമായിട്ട് കുറച്ച് ചോദ്യങ്ങൾ എപ്പോഴും കളയാറുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് അത് ഈ ഡിലീഷൻ പോകുന്ന ആൾക്ക് മാത്രമാണ് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, PSC ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട്, അല്ലെങ്കിൽ അത് എന്നുള്ളൊരു ഗവൺമെൻറ് ജോലി എന്നുള്ളൊരു എന്താണ് അതൊരു ഭയങ്കരമായിട്ട് അങ്ങനെ ആ ഒരു ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് ഉള്ളതും, അതേപോലെ അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ സമയമുള്ളവരുമായിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഈ പറയുന്ന 30 അല്ലെങ്കിൽ 35, 32 വയസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോബ് അത്ര അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നിലവിൽ എന്ത് ചെയ്യുക, ഒരു ജോബിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കോച്ചിങ്ങും അതിൻ്റെ സൈഡിലൂടെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിപ്പോൾ പൈസ കൊടുത്ത് പഠിച്ച ആൾക്കാർക്കും അതേപോലെ തന്നെ എന്താണ് അല്ലാതെ നോർമലായിട്ട് എഴുതിയ ആളുകൾക്കും കിട്ടിയ മാർക്കൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എന്താണ് ഈ പറയുന്ന ഈ എന്താണ് വൺ വേർഡിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, മിക്കവർക്കും തന്നെ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാം തന്നെ എന്താണ് എല്ലാവരും സ്കിപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. കട്ട് ഓഫ് എന്ന് പറയുന്നത് 65 to 70 കട്ട് ഓഫ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നതിന് ഈ ഒരു എക്സാമിന് വരുന്നത് 65 to 70. ബാക്കിയുള്ള എക്സാമുകൾക്കെല്ലാം 80-ന് മുകളിലേക്ക് 80-85 തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയും വേക്കൻസി മാത്രമാണ് അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആരൊക്കെയാണ് ഈ എക്സാം എഴുതിയത്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് യഥാർത്ഥത്തിൽ എത്രയാണ് എന്നുള്ളതൊക്കെ താഴെ ഒന്ന് എന്ത് ചെയ്യുക, സത്യസന്ധമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.